പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയം ഡിഫൻസ് മിനിസ്റ്റർ കീഴിലുള്ള ഒരു മഹാരത്ന കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നുള്ളത്. അവരുടെ 120 മാനേജ്മെന്റ് ട്രെയിനീസ് അതുപോലെ ഡിസൈൻ ട്രെയിനീസുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഓഗസ്റ്റ് 14 വരെ അപേക്ഷിക്കാൻ കഴിയും. ബിടെക് ബിരുദമാണ് വേണ്ടി യോഗ്യത. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും അതുപോലെ എലിജിബിൾ ഉള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്യണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എന്നുള്ള കേന്ദ്ര സർക്കാരിനുള്ള ഒരു മഹാരത്ന കമ്പനിയാണ്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണിത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ത്യൻ ആർമിക്കും നേവിക്കും അതുപോലെ കോസ്റ്റ് ഗാർഡിനും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ് HAL എന്നുള്ളത്. നമുക്ക് എന്ത് നോക്കാം, വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. 2 കാറ്റഗറി ആയിട്ട്, ഒന്ന് ഡിസൈൻ ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്കും മാനേജ്മെന്റ് ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്കുമാണ്. ഡിസൈൻ ട്രെയിനിമാർ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 4, ഇലക്ട്രിക്കൽ 7, ഇലക്ട്രോണിക്സ് 20, ഇൻസ്ട്രുമെന്റേഷൻ 3, മെക്കാനിക്കൽ 22, കമ്പ്യൂട്ടർ സയൻസ് 3, മെറ്റലർജി 1 എന്നിങ്ങനെ 60 ഒഴിവുകളാണ് ഉള്ളത്. മാനേജ്മെന്റ് ട്രെയിനിമാർക്കും 60 ഒഴിവുകളാണ് ആകെ ഉള്ളത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 11, ഇലക്ട്രോണിക്സ് 12, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 27, കമ്പ്യൂട്ടർ സയൻസ് 1, മെറ്റലർജി 2, പ്രൊഡക്ഷൻ 5, സിവിൽ എഞ്ചിനീയറിംഗ് 2, അങ്ങനെ 60 ഒഴിവുകളാണ് ആകെ ഉള്ളത്. അങ്ങനെ മൊത്തം 2 കാറ്റഗറിയുമായിട്ട് 120 ഒഴിവുകളുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്കൊണ്ട് യോഗ്യത പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അതാത് വിഷയങ്ങളിലുള്ള ബിടെക് ബിരുദമാണ് വേണ്ട യോഗ്യത എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് ഓരോ എയറോനോട്ടിക്കൽ ആണെങ്കിൽ എയറോസ്പേസും എയറോനോട്ടിക്കലും കഴിഞ്ഞവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അങ്ങനെ പല ബ്രാഞ്ചുകൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെർസെന്റേജ് ഓഫ് മാർക്കും പറഞ്ഞിട്ടുണ്ട്. ഡിസൈൻ ട്രെയിനി അതുപോലെ മാനേജ്മെന്റ് 2 പോസ്റ്റിലേക്കും അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ് ഒക്കെ മിനിമം 70 മാർക്ക് ഉള്ളവരാണ് അപേക്ഷിക്കാൻ കഴിയുക. SC ST കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റും ആണെങ്കിൽ 60% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മിനിമം മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് താഴെയുള്ളവർ അപേക്ഷിക്കാൻ എലിജിബിൾ അല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഫുൾ ടൈം റെഗുലർ കോഴ്സ് പഠിച്ചവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ അവസരമുള്ളത്. ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 28 വയസ്സാണ്. എന്നാൽ റിസർവേഷൻ പോസ്റ്റുകളിലേക്ക് റിസർവേഷൻ ആനുകൂല്യമുള്ളവർക്ക് OBC-കാർക്ക് 3 വർഷവും SC ST കാരാണെങ്കിൽ 5 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. റിസർവേഷൻ ഉള്ള പോസ്റ്റുകളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്, 500 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC ST കാൻഡിഡേറ്റും ഡിസബിലിറ്റി ഉള്ളവർക്കും ഇന്റേണൽ കാൻഡിഡേറ്റ്സും അപേക്ഷാ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും അപേക്ഷാ ഫീസ് നൽകണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അപ്ലൈ ചെയ്യുന്നവർക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഒക്കെ ഉണ്ടായിരിക്കണം. അതേപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. HAL-ന്റെ വെബ്സൈറ്റ് ആയ www.hal-india.co.in സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 14 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് സെലക്ഷൻ ഓഫ് ഡിസൈൻ ട്രെയിനി ബാർ മാനേജ്മെന്റ് ലിങ്ക് ക്ലിക്ക് കഴിഞ്ഞാൽ ബാക്കി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. സെലക്ഷൻ പ്രോസസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കും. അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പേഴ്സണൽ ഇന്റർവ്യൂ ആയിരിക്കും. ഇന്റർവ്യൂ ബാംഗ്ലൂരിലായിരിക്കും. ഓൺലൈൻ ടെസ്റ്റ് ഓൾ ഇന്ത്യ ബേസിലായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പിന്നെ പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സർവീസ് എഗ്രിമെന്റ് ബോർഡാണ്. മിനിമം 5 വർഷമെങ്കിലും HAL സർവ് അതിന് ബോണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് നമ്മൾ 15 ലക്ഷം രൂപ റിട്ടേൺ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മികച്ച ശമ്പള സ്കെയിലാണ് ഓഫർ ചെയ്യുന്നത്. 50,000 മുതൽ 1,60,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അതോടൊപ്പം മറ്റ് DAയും മറ്റ് അലവൻസുകളൊക്കെ ലഭിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. ഇനി പ്രധാനപ്പെട്ട തീയതികൾ പറയുകയാണെങ്കിൽ താല്പര്യമുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞു ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 14 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അത് കഴിഞ്ഞ് പരീക്ഷയ്ക്കുള്ള ഹോൾ ടിക്കറ്റ് ഓഗസ്റ്റ് 20 ഡൗൺലോഡ് ചെയ്യും. ഓൺലൈൻ ആയിട്ടുള്ള ടെസ്റ്റ് സെപ്റ്റംബർ 5 മുതൽ 6 തീയതി വരെ 2 ദിവസമായിരിക്കും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടക്കുക. അത് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ആ ദിവസം നമ്മൾ പരീക്ഷ എഴുതണം. അതിനുശേഷം ഓൺലൈൻ ആയിട്ടുള്ള റിസൾട്ട് സെപ്റ്റംബർ 10
പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇന്റർവ്യൂ ബാംഗ്ലൂർ വെച്ചായിരിക്കും. സെപ്റ്റംബർ 21 മുതൽ 25 വരെ ഇന്റർവ്യൂ നടത്തിയതിന്റെ റിസൾട്ട് 30-ാം തീയതി പബ്ലിഷ് ചെയ്യുകയും 6-ാം തീയതി പ്രൊവിഷണൽ ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ സെൻഡ് ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2026 ഒക്ടോബർ 29 ബാംഗ്ലൂരിൽ ഇൻഡക്ഷൻ തുടങ്ങുന്ന രീതിയിലാണ് ഇപ്പൊ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ ചെറിയ ചേഞ്ച് ഒക്കെ വന്നാലും എങ്കിലും ഷെഡ്യൂൾ ചെയ്യാവുന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇപ്പൊ താല്പര്യമുള്ള തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്താം. മികച്ച ശമ്പളത്തോടുകൂടി കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ കിട്ടുന്ന അവസരമാണ് ഈ അവസരം. താല്പര്യമുള്ള ബിടെക് ബിരുദധാരികൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. 120 ഒഴിവുകളാണുള്ളത്. എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ ലഭിക്കുന്ന ഒരു ഒഴിവാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പല പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ ഒന്നുകിൽ ഗേറ്റ് ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്, സ്ക്രീനിങ്. അപ്പൊ അതൊന്നും ഇല്ലാതെ ലഭിക്കുന്ന ഒരു അവസരമാണ്. അപ്പൊ ഗേറ്റ് ക്വാളിഫൈ ചെയ്യാത്ത കുട്ടികൾ തീർച്ചയായും ഇത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഓഗസ്റ്റ് 14 നിങ്ങൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണം. ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ കൂടി ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.